നമസ്കാരം. ഇന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പിൽ എങ്ങനെയാണ് കോട്ടൺ ബൈൻഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്തിരിക്കണം. ബൈൻഡ് ചെയ്യാതെ വുഡൻ റിങ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ബൈൻഡ് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും. ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും കേട്ടോ. ഒരു 30 റുപ്പീസിന് കിട്ടും. പിന്നെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടൺ തുണി നീളത്തിൽ മുറിച്ചെടുത്തതാണ്. 1.5 ഇഞ്ച് വീതിയിൽ, 1.5 ഇഞ്ചോ 1 ഇഞ്ചോ വീതിയിൽ മുറിച്ചെടുത്താൽ മതി. മുണ്ടിൽ നിന്ന് മുറിച്ചെടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ ക്ലോത്തില്ലേ കോട്ടൻ്റെ, അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിലും മുറിച്ചെടുക്കാം. കോട്ടൺ അല്ലാതെ മറ്റ് തുണികളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അരി മെറ്റീരിയൽ ഷോപ്പിൽ ഇതുപോലത്തെ കോട്ടൻ്റെ റോപ്പ് കിട്ടും. ഇത് നമുക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഷോപ്പിൽ നിന്ന് റിങ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റിങ് രണ്ടും നല്ല ടൈറ്റായിട്ടിരിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇടയ്ക്ക് വിടവുകളൊന്നും ഉണ്ടാവരുത്. ഇടയ്ക്ക് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഒരിക്കലും ടൈറ്റ് ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്കിതുപോലെ ഈ ക്ലോത്ത് ചുറ്റി കൊടുക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത്. അതുപോലെ ഇത് വുഡൻ റിങ് അല്ലേ, അപ്പോൾ അറ്റമൊക്കെ കുറച്ച് ഷാർപ്പായിട്ടിരിക്കും. ചിലപ്പോൾ നാരൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ക്ലോത്ത് ഡാമേജ് ആവും. ഇതുപോലെ നമ്മൾ ക്ലോത്തിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുറുക്കി വലിക്കില്ലേ, അപ്പോൾ ആ സമയത്ത് ആ വുഡൻ പോർഷനിൽ വരുന്ന ഭാഗം ഇതുപോലെ പിഞ്ചി പോവും. അതുപോലെ നമ്മളിത് വാങ്ങുമ്പോൾ നോക്കിയാൽ അറിയാം 3 ലെയറായിട്ടാണ് ഈ ഒരു റിങ് ഇരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ വിട്ടു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ ബൈൻഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഈ റിങ് യൂസ് ചെയ്യാൻ പറ്റും. ബൈൻഡിങ് ചെയ്യാതെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഇത് ഇളകി പോവുകയൊക്കെ ചെയ്യും. അതുപോലെ ഈ സ്ക്രൂ വരുന്ന ഭാഗവും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, എപ്പോഴും നമുക്ക് ക്ലോത്ത് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതുപോലെ ബൈൻഡിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലൂസാവും. ബൈൻഡിങ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്ക്രൂ ആദ്യം ഊരിയെടുക്കാം. സ്ക്രൂവിൻ്റെ ആ മെറ്റൽ പാർട്ട് വന്നിട്ടില്ലേ, അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് കോട്ടൺ ചുറ്റി കൊടുക്കണം. അപ്പോൾ അവിടെ ഗം തേച്ച് കൊടുക്കാം. റിങ് ഫുള്ള് ഗമ്മ് തേക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ് പാർട്ടിൽ കുറച്ച് ഭാഗത്ത് തേച്ചാൽ മതി. ഇതുപോലെ 2 സൈഡിലും തേച്ച് കൊടുക്കണം. ഇനി തുണി ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ തുണിയുടെ അറ്റം ഒരിക്കലും ഇതുപോലെ നേരെ വെച്ച് ചുറ്റിയെടുക്കരുത്. നേരെ വെച്ച് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ കട്ടി കൂടിയും കുറഞ്ഞുമൊക്കെ പോവും. ഇതുപോലെ ആ കോൺ ഭാഗം വരുന്നില്ലേ, ആ കോൺ ഭാഗം ഇതുപോലെ വെച്ച് വേണം ഫുള്ള് ചുറ്റിയെടുക്കേണ്ടത്. ഇതുപോലെ ക്രോസ് ആയിട്ട് ചുറ്റിയെടുക്കണം. ഇതിപ്പോൾ നോക്കിയാൽ കാണാം, പകുതി ഭാഗം താഴത്തെ തുണി ചുറ്റിയതിൻ്റെ കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടി ചുറ്റുമ്പോഴത്തേക്ക് അടുത്ത പകുതി ഭാഗം കവർ ചെയ്ത് വരും. അപ്പോൾ എല്ലായിടത്തും 2 ലെയറായിട്ട് തന്നെ തുണി വരും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ കട്ടിയായിട്ടിരിക്കും. നമ്മൾ പല കട്ടിയുള്ള തുണിയായിരിക്കും റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പം തുണി അത് ടൈറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ റിങ്ങും എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ്സിൽ തന്നെ ഇരിക്കണം. ബൈൻഡിങ് ഒരിക്കലും ലൂസായിട്ട് ചെയ്യരുത്. ബൈൻഡിങ് നല്ല ടൈറ്റായിട്ട് പിടിച്ചു വേണം ചെയ്യാൻ. പിന്നെ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഗം തേച്ച് കൊടുത്തുള്ളൂ. അപ്പം അതെന്താണെന്ന് ലാസ്റ്റിൽ ഞാൻ പറയാം. നിങ്ങൾ എല്ലാ സ്ഥലത്തും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തേച്ച് കാണിച്ചില്ലേ, അപ്പോൾ അതുപോലെ എല്ലാ സ്ഥലത്തും ഗം തേച്ച് വേണമെങ്കിലും നമുക്ക് ഇത് ചുറ്റിയെടുക്കാം. അതല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ പിടിച്ച് ചുറ്റിയെടുക്കണം. ഒരിക്കലും ആ ഒരു ബൈൻഡിങ് ലൂസായി പോകരുത്. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗമ്മ് 2 സൈഡിലായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചുറ്റുക. എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് മുറിച്ച് കളയാം. സ്ക്രൂവിൻ്റെ ആ മെറ്റൽ പാർട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചുറ്റിയെടുക്കണം. ഇപ്പോൾ ഫുള്ള് നമ്മൾ കോട്ടൺ ചുറ്റി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ആ കോട്ടൻ്റെ നൂല് അവിടെ ഇവിടെയെല്ലാം പൊങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ നൂല് ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ ടേപ്പ് ബൈൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലൂടെ തന്നെയാണ് കേട്ടോ ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ കോട്ടൺ ബൈൻഡിങ് ചെയ്ത പോലെ തന്നെ ആ കോൺ ഭാഗം വെച്ച് ഞാൻ ചുറ്റിയെടുക്കും ഒരു പ്രാവശ്യം. ഇതുപോലെ പേപ്പർ ടേപ്പ് മുകളിൽ ചുറ്റുന്നതുകൊണ്ടാണ് ഞാൻ കോട്ടൺ ബൈൻഡ് ചെയ്ത സമയത്ത് റിങ്ങിൽ എല്ലാ സ്ഥലത്തും ഗം തേച്ച് കൊടുക്കാഞ്ഞത്. ഇങ്ങനെ പേപ്പർ ടേപ്പ് വെച്ച് ഒരു ലെയർ നമ്മൾ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ നൂലൊന്നും പിന്നെ പുറത്തേക്ക് വരില്ല. എൻഡിൽ നമ്മൾ കോട്ടൺ ബൈൻഡ് ചെയ്ത പോലെ തന്നെ ആ ലാസ്റ്റ് ആ മെറ്റൽ പാർട്ട് വരുന്നിടം വരെ നമുക്ക് ചുറ്റിയെടുക്കണം. ഇനി നമ്മൾ ആദ്യം ആ ഊരി മാറ്റിയ സ്ക്രൂ കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ആ ഇന്നർ റിങ് ഉണ്ടല്ലോ, അതായത് ആ സ്ക്രൂ ഇല്ലാത്ത റിങ്, ഇതിൽ നമുക്ക് കോട്ടൺ ബൈൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പേപ്പർ ടേപ്പ് മാത്രം ചുറ്റിയെടുത്താൽ മതി. കോട്ടൺ ബൈൻഡ് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് പേപ്പർ ടേപ്പ് ചുറ്റിയെടുത്താൽ മതി. ഇതിൽ സ്ക്രൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എൻഡ് ചെയ്യണം. ചുറ്റുമ്പോൾ ലൂസൊന്നും ആവാതെ ടൈറ്റായിട്ട് പിടിച്ച് ചുറ്റിയെടുക്കണം. അതുപോലെ ഞൊറിവ് വരാനും പാടില്ല. ഇപ്പോൾ പേപ്പർ ടേപ്പ് നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ. എവിടെയെങ്കിലും കുറച്ച് ലൂസായിട്ട് എവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈറ്റ് ആയിക്കോളും. അപ്പോൾ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്